മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നഷ്ടപരിഹാരവും തൊഴിൽ ആനുകൂല്യവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 22-ന് കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം. വയനാട്ടിൽ നിന്ന് സുജിത് അയ്യപ്പത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എലക്ഷൻ എസ്റ്റേറ്റിൽ ഈ മാസം 27-ാം തീയതി മുഖ്യമന്ത്രി തറക്കല്ലിടാൻ വേണ്ടി പോവുകയാണ്. ഇതിനിടയിൽ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ. ഇതിൽ പ്രധാനപ്പെട്ട കാരണം, ഇവർ ഉന്നയിക്കുന്ന കാരണം, തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി വേണം പുനരധിവാസ നടപടികൾ എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് ഒരു വ്യവസ്ഥ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരം എന്നുള്ള തരത്തിലേക്ക് പോകാൻ കാരണം? അല്ല, ഭൂമി പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ എന്ന നിലക്ക് ജില്ലാ കളക്ടർക്കും ലേബർ കമ്മീഷനും മന്ത്രിക്കും എല്ലാം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തൊഴിലാളികളുടെ നിലവിൽ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഔദ്യോഗികമായി തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് വ്യവസ്ഥ ഉണ്ടാക്കണം. രണ്ടാമത്, ഈ ഏറ്റെടുക്കുന്ന ഡിവിഷനിലെ തൊഴിലാളികളെ അവിടെ നിന്ന് പിരിഞ്ഞു പോകണമല്ലോ. ആ തൊഴിലാളികളെ സംബന്ധിച്ച് എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അത് ചർച്ച ചെയ്യുന്നതിന് ഇതുവരെയുള്ള ഒരു സന്നദ്ധത മന്ത്രി നോട്ട് എഴുതി കൊടുത്താണ്. ഈ യോഗ അടിയന്തരമായി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ട് എഴുതി കൊടുത്തിട്ട് 10-20 ദിവസമായി. എന്നിട്ട് പോലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത അധികാരികൾ അതിന് സന്നദ്ധത കാണിച്ചില്ല. ഇപ്പോൾ ഇന്നലെ വാർത്ത വന്നു സമരത്തിലേക്ക് പോകും എന്ന്. വാർത്ത വന്നപ്പോഴാണ് 24-ാം തീയതി തിരുവനന്തപുരത്ത് യോഗം വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് യോഗം വിളിക്കുന്നതന്നെ ഒരു അഭംഗിയുണ്ട് അതിൽ. കാരണം ഇവിടുന്ന് മുഴുവൻ ട്രേഡ് യൂണിയൻ്റെ ആളുകളും തിരുവനന്തപുരത്ത് പോകണം. അതിന് പകരം ഇവിടുത്തെ റവന്യൂ അധികാരികൾ കൂടി പങ്കെടുക്കണമല്ലോ. അവരല്ലേ ഇതിൻ്റെ അളവും പണം കൊടുക്കുന്നതും ഒക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടല്ലേ. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ മാത്രം ഇരുന്നാൽ ഉണ്ടാക്കുന്ന ഉറപ്പിന് ഒരു ഉറപ്പില്ലാന്ന് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്തരം ആളുകളെ കൂടി ഇരുത്തിക്കൊണ്ട്, വേണ്ടി വന്നാൽ ജില്ലാ കളക്ടറെ അടക്കം ഇരുത്തിക്കൊണ്ട് ഇത്തരം കാര്യത്തിന് മാനേജ്മെൻറ്റിനെ ഇരുത്തി കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കണം. അപ്പോഴേ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കൂ. ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ ഈ തൊഴിലാളി അനാഥമാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കും പരിപാടികളിലേക്കും നീങ്ങുന്നതിന് കാരണമായിട്ടുള്ളത്. എത്ര തൊഴിലാളികളാണ് ഇത് ബാധിക്കുന്നത്? 300ഓളം തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ് ഇത്. റവന്യൂ വകുപ്പ് ഒരു അളവും ഈ സ്ഥലമെടുക്കുന്നതുമായി മാത്രമാണ് നടക്കുന്നത്. തൊഴിലാളികളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ഇതുവരെ ചർച്ച നടത്തിയില്ല. അവിടെ തൊഴിലാളികളുടെ പ്രശ്നം ബന്ധപ്പെട്ട ലേബർ കമ്മീഷണർ മുമ്പിലും ഡിസ്ട്രിക്ട് കളക്ടർക്കൊക്കെ ഇതിൻ്റെ ഈ വിഷയം ഞങ്ങൾ അറിയിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തത്. ഇത് പ്രത്യേകിച്ച് ഒരു ദുരന്തം നടന്നതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലക്ക് അതിനൊരു തടസ്സം വരാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഞങ്ങൾ എന്ത് ചെയ്ത് നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെയും 300 തൊഴിലാളികളെ അനാഥരാക്കുന്ന വിധത്തിലേക്ക് ഈ വിഷയം പോകുമ്പോഴാണ് ശക്തമായി ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഈ മാസം 22-ാം തീയതിയാണ് കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധം എന്നുള്ള തരത്തിൽ തന്നെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് പോകുന്നത്. 300ഓളം തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അതിന് ലേബർ വകുപ്പ് നേതൃത്വം നൽകണമെന്നുള്ള ആവശ്യമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.